ഉള്ളത് അതായത് ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു മത ഭ്രാന്തുള്ള ആളാണ്. അദ്ദേഹം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺ കുമാർ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് ഷോയിൽ ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി 4 തവണയോളം ഹിജാബിൻ്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. മാത്രമല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ. അദ്ദേഹത്തിന് 4 പെൺകുട്ടികളുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ലണ്ടനിൽ ന്യൂട്രീഷൻ കോഴ്സിന്, ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സിന് PGക്ക് പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾ റഷ്യയിൽ MBBS കോഴ്സിന് പഠിക്കുക. ഇന്ന് രാവിലെ 3 മണിക്ക് ബോട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിങ്ങളെ സമീപിക്കുന്നത്. അദ്ദേഹത്തിന് നിരവധി ലോണുകളുണ്ട്. ആ ലോണുകൾ മുഴുവനും, ആ സാമ്പത്തിക ബാധ്യത മുഴുവനും അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ, പ്രത്യേകിച്ചും ഡോക്ടർ അരുൺകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള, അത് ബോധപൂർവമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല, ആ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണം തിരുത്തിയിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത്, ഈ സംഘർഷം, ഈ ഒരു പ്രശ്നം അവിടെ വിശേഷിച്ചും കേരളത്തിൽ ലത്തീൻ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിലുള്ള ഒരു സംഘർഷമാക്കി വളർത്താനുള്ള വളരെ ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് കരുവാകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സംഘർഷമായി മുന്നോട്ട് പോകേണ്ടതില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ മകളുടെ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ ഹിജാബ് ധരിക്കുവാനുള്ള വിശ്വാസപ്രകാരവും സംസ്കാരപ്രകാരവുമുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു സംഘർഷവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ പ്രതികരണം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അവർ പറയുന്നതിൽ പ്രശ്നമായി ഞങ്ങൾ കാണുന്നത് ഒരേ ഒരു കാര്യമാണ്. അതായത് ഹിജാബ് നിഷേധിക്കുന്നത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മതേതര സങ്കല്പങ്ങളിൽ നിന്ന് പുറത്താണോ ഈ കുട്ടിയുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോൾ സ്കൂൾ പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചു വരികയാണെങ്കിൽ ആദ്യ ദിവസം വന്ന പോലെ തന്നെ സന്തോഷത്തോടെ കുട്ടിയെ സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം? അത്തരത്തിലൊരു സന്തോഷകരമായിട്ടൊരു അന്തരീക്ഷം ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണോ? തീർച്ചയായിട്ടും ഇതിലൊരു സംഘർഷം, ഇതിൽ മാനേജ്മെൻറ്റിനെ ആ തരത്തിൽ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ഈ ഒരു സംഘർഷ സാധ്യതയുടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്, ഈ കുട്ടി നേരത്തെ ഇദ്ദേഹത്തിൻ്റെ മറ്റു മക്കളൊക്കെ തന്നെയും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണ് പഠിച്ചിരുന്നത്. ആ സമയത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാത്തത് കൊണ്ട് ഈ സ്കൂളിലും അത് ഉണ്ടാവുമെന്ന് അവർ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നല്ല. ഇപ്പോൾ പലരും പറയുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത്, എന്തുകൊണ്ട് ഈ മാസം ഈ കുഴപ്പമുണ്ടാകുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ഇവരത് പ്രതീക്ഷിക്കുന്നില്ല. പിന്നീട് സംഭവിച്ചത്, കുട്ടി സ്ഥിരമായി സ്കൂളിലേക്ക് ഹിജാബ് ധരിച്ചു പോവുകയും ക്ലാസ് റൂമിൽ കയറുമ്പോൾ അത് അഴിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ശരി, ഏതായാലും സെന്റ് റീത്ത സ്കൂളിലേക്ക് വീണ്ടും കുട്ടിയെ വിടാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് പിതാവ് പറയുന്നത്. കുട്ടിക്ക് പോകാനും ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. മാനസിക സംഘർഷം ഉണ്ട് എന്നും പറയുന്നു.